നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യ നമ്മുടെ പ്രതിരോധ ആവശ്യത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങിയിരുന്നത്. യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ കൂടുതലും വാങ്ങിയിരുന്നത് റഷ്യയിൽ നിന്നാണ്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത്. പിന്നീടാണ് നമുക്ക് അക്കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും അധികം ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. മാത്രമല്ല, തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ ആയുധങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും അഭിമാനകരമായ മിസൈലാണ് ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസ് മിസൈലാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ അടിത്തറ മാന്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്താനും പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളങ്ങളൊക്കെ തന്നെ തകർത്ത് തള്ളാനും ഇന്ത്യക്ക് ഏറെ സഹായകരമായി മാറിയത് ബ്രഹ്മോസ് മിസൈലുകളാണ്. ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമാണ് ഈ ബ്രഹ്മോസിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും സന്തോഷകരമായ വാർത്ത, വിയറ്റ്നാമും ഇന്തോനേഷ്യയും നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. 4000 കോടി രൂപയുടെ കരാറിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് അന്തിമ ധാരണയായി എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ബ്രഹ്മോസിൻ്റെ ഇന്ത്യയുടെ പങ്കാളിയായ റഷ്യയും സമ്മതം മൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യ സന്ദർശിച്ച വേളയിൽ റഷ്യയുടെ പ്രതിരോധ മേധാവികളുമായി തന്നെ ഇക്കാര്യം ചർച്ച നടത്തി അന്ത്യ തീരുമാനം എടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ ഫിലിപ്പൈൻസിന് നേരത്തെ തന്നെ വലിയ തോതിൽ ഈ ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ ആഗോളതലത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇത്രയും ഉയർന്ന തുകയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത്. ദക്ഷിണ ചൈന കടലിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സാന്നിധ്യം തന്നെയാണ് ഇന്തോനേഷ്യയും വിയറ്റ്നാമിനെയും ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ചൈന ഏത് നിമിഷം വേണമെങ്കിലും തൈവാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇന്തോനേഷ്യ, വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ അറിയാം ചൈന തീർത്തും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് എന്ന്. ഏത് നിമിഷമാണ് അവരുടെ ആക്രമണം ഉണ്ടാകുന്നതെന്നുള്ള യാതൊരു ധാരണയുമില്ലാത്ത സമയത്തായിരിക്കും ചൈന ആക്രമണം നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നേരിടാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായ ആയുധം ബ്രഹ്മോസ് മിസൈലുകൾ തന്നെയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വളരെ പ്രധാനപ്പെട്ട സൈനിക നടപടിയിൽ ബ്രഹ്മോസ് മിസൈലുകൾ വഹിച്ച പങ്കിനെക്കുറിച്ച് അന്ന് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും നമ്മുടെ മിസൈൽ വാങ്ങാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടാനായി തയ്യാറെടുത്തിരിക്കുന്നത്. ബ്രഹ്മോസിന് പുറമെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മറ്റു ആയുധങ്ങൾക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് സംവിധാനം, അഡ്വാൻസ്ഡ് ടോയ്ഡ് ആർട്ടിലറി ഗൺ എന്നിവയ്ക്ക് കൂടുതൽ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയൊക്കെ തകർക്കാൻ കഴിയുന്ന നമ്മുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തികളിൽ ഒന്നായി മാറാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങേറ്റം മുൻകരുതലെടുക്കുകയും അത്തരത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയും ചെയ്യുകയും അങ്ങനെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തികളൊന്നായി നമ്മൾ മാറുകയും ചെയ്യുന്നത് ഏറെ അഭിമാനകരമായ ഒരു നേട്ടമായിട്ടാണ് ഭാരതം കണക്കാക്കുന്നത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അദ്ദേഹം പരമാവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളയിലൊക്കെ അവരുമായുള്ള പ്രതിരോധ ഇടപാടുകളുമായുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും കരാറിൽ ഏർപ്പെടുകയൊക്കെ തന്നെ ചെയ്യുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അന്നും നമ്മൾ പ്രതിരോധ മേഖലയിൽ ഒരുപാട് സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യ ഇന്ന് പ്രതിരോധ മേഖലയിൽ ലോകത്തെ ആദ്യത്തെ ഒരു 5 ശക്തിയുള്ള ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഇന്തോനേഷ്യയും വിയറ്റ്നാമും കൂടാതെ മറ്റ് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾക്കായി ഇപ്പോൾ ക്യൂവിലുണ്ട് എന്നുള്ളതും നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ ഒരു നേട്ടമാണ്.